അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മകനൊരു പ്രേമുണ്ട്, കുറച്ച് കാലമായിട്ടുള്ളതാണ്. അപ്പോൾ ആ പെൺകുട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളും അന്വേഷണങ്ങളൊക്കെ വന്നപ്പോൾ വളരെ മാന്യന്മാരായ ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഈ പയ്യൻ്റെ പിതാവ് തൽക്കാലം അങ്ങനൊരു വിവാഹം നടത്തിക്കൊടുത്താൽ എന്താണെന്നുള്ള ചിന്ത. എന്നാൽ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും അങ്ങനൊരു വിവാഹം ഉൾക്കൊള്ളാൻ, മകൻ്റെ വിവാഹം ഇത്തരത്തിലൊരു വിവാഹമാകുന്നത് ഒരു നിലക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവർക്ക് അതിൻ്റേതായ കുറേ അഭിമാന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പിന്നെ ഈ ദീനിയല്ലാത്ത മകൻ്റെ പ്രവർത്തനങ്ങളിലുള്ള നിരാശയും മടുപ്പും അങ്ങനെ വ്യത്യസ്ത വികാരങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് ആ വിവാഹത്തോട് പൂർണ്ണമായ എതിർപ്പുമാണുള്ളത്. അപ്പോൾ ഈ ഒരു അഭിപ്രായ ഭിന്നത അവർ രണ്ടുപേരെയും, ഈ കുട്ടിയുടെ പിതാവിനെയും മാതാവിനെയും തമ്മിൽ മാനസികമായ ഒരു അകൽച്ചയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ എന്തു തീരുമാനമെടുക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഇതൊരു നല്ല കുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് വിവാഹവുമായി മുന്നോട്ട് പോകാമെന്ന് ഭാര്യയുടെ ബന്ധുക്കളുടെയും അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും താല്പര്യപ്രകാരം അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ എന്തു ചെയ്യണം? ഇത് മുന്നോട്ട് പോകുമ്പോൾ ഭാര്യയ്ക്കുണ്ടാകുന്ന പ്രശ്നം, മുന്നോട്ട് പോകാതിരുന്നാൽ ഒരു മാന്യനായ വ്യക്തി എന്ന നിലക്ക് മറ്റുള്ളവരോട് ചെയ്യുന്ന ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാതിരിക്കുന്നതിലുള്ള മാനസിക വിഷമമൊക്കെ ആയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താണ് അവളൊരു അതേ മതത്തിൽപ്പെട്ടൊരു കുട്ടിയല്ലേ, എന്തുകൊണ്ട് അവളെ വിവാഹം കഴിച്ചുകൂടാ എന്ന ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. എന്തുകൊണ്ട് വാപ്പക്കും ഉമ്മക്കും അത് സമ്മതിച്ച് തന്നുകൂടാ എന്ന് മകൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യം ഉയരുന്നു. നമുക്ക് തീർച്ചയായും ചോദിക്കാം, വളർത്തിക്കൊണ്ടുവന്ന ഒരു ഉമ്മ, ആ ഉമ്മയ്ക്ക് സംതൃപ്തമല്ലാത്തൊരു കാര്യത്തിൽ നിന്ന് അവൻ എന്തുകൊണ്ട് വിട്ടുനിന്നുകൂടാ? ലോകത്ത് എത്ര പെൺകുട്ടികളുണ്ട്, ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാലോ. എന്തുകൊണ്ട് ആ ഉമ്മയുടെ സംതൃപ്തിക്ക് വേണ്ടി മാറി നിന്നുകൂടാ? ഒരു മകനെ വളർത്താൻ വേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെട്ട ഒരു ഉമ്മയുടെ വാക്കുകൾ എന്തുകൊണ്ട് വാപ്പക്ക് സ്വീകരിച്ചുകൂടാ? അവിടെ അത് ചോദിക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, എനിക്കിഷ്ടമുള്ള വിവാഹം കഴിച്ചുകൂടാ, അങ്ങനെ ഉണ്ടോന്ന്? നമുക്ക് നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ വല്ല അഭീത പ്രേമങ്ങളൊക്കെ ഉണ്ടാക്കി കല്യാണം കഴിച്ചു പോകാം എന്നെവിടെയെങ്കിലും നിയമമുണ്ടോ? നമുക്കിഷ്ടമുള്ള വിവാഹം കഴിക്കാം. അതൊരു അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. അന്വേഷിച്ച് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ ഇഷ്ടമുള്ള, നിങ്ങൾക്കിഷ്ടമുള്ള വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് മാതാപിതാക്കൾ പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം. അതല്ലാതെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളൊന്നും നോക്കാതെ ദീർഘകാലത്തൊരു പ്രേമമൊക്കെ ആയിട്ട് പിരിഞ്ഞ് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അത് ഞങ്ങൾക്ക് നടത്തി തന്നേ പറ്റൂ എന്ന് വാശി പിടിക്കുക, അതിന് സമ്മതിച്ചില്ലെങ്കിൽ വാപ്പയും ഉമ്മയും പ്രതികളാകുന്ന ഒരവസ്ഥയ്ക്ക് എന്ത് ന്യായമാണുള്ളത്? യാതൊരു വിധത്തിലുള്ള ന്യായവും ആ രംഗത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭാര്യയ്ക്ക് സമ്മതമില്ലാത്തൊരു കാര്യത്തിൽ മകനെ സഹായിക്കാൻ വേണ്ടി വാപ്പ, അതായത് ഉമ്മക്ക് സമ്മതമില്ലാത്തൊരു കാര്യത്തിലും മകനെ സഹായിക്കാൻ വേണ്ടി വാപ്പ ഇറങ്ങിത്തിരിക്കുന്നത് തികച്ചും അനുചിതമാണെന്നാണ് മനസ്സിലാകുന്നത്. കാരണം അവിടെ ആ ഭാര്യയുടെ നിലപാടിനോടൊപ്പം അയാൾ നിൽക്കണം, ശക്തമായി അങ്ങനെ നിൽക്കണം, അതാണ് വേണ്ടത്. അതല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളെ അത് ബാധിക്കും. മാത്രമല്ല, ഉമ്മക്ക് ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയെ ഈ കുട്ടി കൊണ്ടുവന്നാൽ തന്നെ ഈ വീട്ടിൽ അതിനെ എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയും? ഈ ഉമ്മക്ക് അവരോടൊപ്പം എത്രമാത്രം സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും? അതുകൊണ്ട് വാപ്പയും ഉമ്മയും പിണക്കത്തിലാകുന്ന, ഇസ്ലാമികമായി പ്രോത്സാഹിപ്പിക്കാത്ത, അതേപോലെ തന്നെ വലിയ പ്രശ്നങ്ങൾ മാതാപിതാക്കൾക്ക് അഭിമാനപരമായി ഉണ്ടാക്കുന്ന ഇത്തരമൊരു നീക്കത്തിൽ നിന്ന് മകൻ പിൻവാങ്ങുക എന്നതാണ് ഏറ്റവും അപകടരഹിതമായ മാർഗം. അതുകൊണ്ട് നമ്മുടെ മക്കൾ ശരിയായ നിലപാടുകൾ ഈ കാര്യങ്ങളിൽ സ്വീകരിക്കാൻ തയ്യാറാവണം. അതല്ലെങ്കിൽ നമ്മളെങ്കിലും അത് മനസ്സിലാക്കി ഒരുമിച്ച് നിന്ന് നമ്മുടെ മക്കളുടെ ഗുണത്തിനും വേണ്ടിയും അതേപോലെ തന്നെ ദോഷങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയും കൂട്ടായ ചർച്ചയുടെ തീരുമാനത്തിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ മാത്രമേ നല്ലൊരു ബന്ധം ഇവരിലും സാധ്യമാകൂ എന്നതാണ് വസ്തുത.